ഗൈസ് നമ്മളിപ്പോ പോകുന്നുണ്ടല്ലോ ഒരു കിഡിലൻ സ്ഥലത്തേക്കാട്ടാ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പർവ്വതങ്ങളുള്ള ഒരു രാജ്യം. അത് മാത്രല്ല ഏറ്റവും കൂടുതൽ ശുദ്ധജലം കിട്ടുന്ന രാജ്യം ഏതാന്ന് മനസ്സിലായ? ഇവിടെ കൂടുതലും 70% മൗണ്ടൻസ് ചുറ്റപ്പെട്ടിരിക്കട്ടാ. അതേ ഗൈസ്, ഞാൻ നമ്മുടെ ഒരു ഡ്രീം പ്ലേസ് ആയിട്ടുള്ള അൽബേനിയ എന്ന് പറഞ്ഞുള്ള യൂറോപ്യൻ കൺട്രിയിലെത്തി. ഇതാണ് നമ്മുടെ ടിരാന ഇന്റർനാഷണൽ എയർപോർട്ട്. അത്യാവശ്യം തണുപ്പത്ത് തന്നെയാണ് നമ്മൾ എത്തിയേക്കണേ. ഇവിടെ ഒരു ക്രിസ്മസ് മൂഡൊക്കെ എപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല കേട്ടോ. അതാ കണ്ട അതിൻ്റെ അകത്തൊക്കെ നോക്കി ഒരു ട്രീയുടെ അകത്താണ് ഞാൻ നിൽക്കണത്. ഗംഭീര സെറ്റപ്പ് ആയിട്ടില്ലേ. ഇവിടെ TIA എന്നുള്ള ഒരു കോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ആൾക്കാരെ സ്വീകരിക്കാനായിട്ട് ഇവിടെ നിൽക്കണം ബോർഡും പിടിച്ചിട്ട്. ഗൈസ് അങ്ങനെ KFC കണ്ടുപിടിച്ചേക്കാണ്. ഇവിടുത്തെ ആ ഒരു ലാംഗ്വേജ് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരു ചുക്കും മനസ്സിലാവില്ല കേട്ടോ. അവരുടെ ലാംഗ്വേജിലാണ് കൂടുതലും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി. ഗംഭീര വിലയാണ്. എയർപോർട്ടിലായതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും. ഇതേ നമ്മുടെ ക്രിസ്മസ് ഫാദറിന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അൽബേനിയൻ കാശില്ലെങ്കിൽ ഒരു കാര്യത്തിനും ഗുണമില്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലത്തെ കാശ് ബാക്കിയുള്ള കാശുകൾക്കൊന്നും കൂടെ ഒരു വലിയ വിലയൊന്നുമില്ല. ഇതാണ് എയർപോർട്ടിന്റെ അകം. എയർപോർട്ടിന്റെ അകത്ത് കയറുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് ഭയങ്കര സീനോട്ടോ. അത് നമ്മുടെ കുറെ സോവിനിയറുകളൊക്കെ ഇരിക്കുന്നുണ്ട്. വോഡാഫോണിന് ഇവിടെ നല്ല വിലയാണ്. നമ്മുടെ നാട്ടിലെ പുല്ല് വിലയാണ്. തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാസ് ചെയ്ത് പോകണം. നല്ലൊരു മൗണ്ടൻ വ്യൂ ആട്ടോ ഓപ്പോസിറ്റ് കിട്ടണേ. ഇതാണ് ഫുൾ എയർപോർട്ടിന്റെ പുറത്തുനിന്നുള്ള വ്യൂ. പിന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആണെങ്കിലും മതത്തെ ചൊല്ലി അങ്ങനെ അടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കൂടുതലും മതമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറകെ പോണ ആൾക്കാരൊന്നുമല്ല. ഒരുപാട് ഇംഗ്ലീഷ് ഫുഡുകൾ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. ഇവിടെ വരുമ്പോൾ ഒരു വേറെ മൂഡാണെങ്കിലും നാട്ടിലത്തെ ഫുഡ് തന്നെയാട്ടോ.